കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് കാളിമല. കേരള തമിഴ്നാട് അതിർത്തിയിലാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനം തമിഴ്നാടാണ്. പ്രധാനമായും 2 വഴികളിലൂടെയാണ് കാളിമലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. കേരളം വഴിയാണെങ്കിൽ വെള്ളറട വഴി കുരിശുമലയിലൂടെയും തമിഴ്നാട് വഴിയാണെങ്കിൽ പത്തുകാണി വഴിയും കാളിമലയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിമനോഹരമായൊരു ട്രെക്കിംഗ് സ്പോട്ടാണ് കാളിമല. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയാണ് കാളിമല സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കാളിമലയിലേക്ക് പോകാനായി തമിഴ്നാട്ടിലെ പത്തുകാണി എന്ന സ്ഥലത്തു കൂടിയാണ് സഞ്ചരിച്ചത്. വാഹനങ്ങൾ വഴിയിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 2 കിലോമീറ്ററോളം കാൽനട മാർഗം യാത്ര ചെയ്ത് വേണം മലമുകളിലെത്താൻ. ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് വളരെയധികം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു യാത്രയായിരിക്കും ഇത്. മല കയറുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ മല കയറുന്നതിനിടയ്ക്ക് തന്നെ കാണാൻ കഴിയും. കുറച്ചധികം ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ വരുന്നവർ ആവശ്യത്തിന് വെള്ളവും കൂടി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഏതാണ്ട് കാളിമലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു കട അവിടെ കാണാൻ കഴിയും. മല കയറി വരുന്നവർക്ക് ക്ഷീണമകറ്റാനുള്ള പാനീയങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് പോയത്. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഇവിടുത്തെ ക്ഷേത്രത്തിൽ പൂജയുള്ളതാണ്. പൂജയോടനുബന്ധിച്ച് ഇവിടെ വരുന്ന ഭക്തർക്ക് കഞ്ഞിയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ വർഷവും ചിത്രാപൂർണമി ദിനമാണ് ഇവിടെ പൊങ്കാല നിവേദ്യത്തിന് ഏറ്റവും അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നത്. ഈ ദിവസം അനവധി ഭക്തർ ഇവിടെ പൊങ്കാലയിടാനായി വരാറുമുണ്ട്. ദേവീക്ഷേത്രത്തെ കൂടാതെ ഇവിടെ ഒരു ശാസ്താക്ഷേത്രം കൂടിയുണ്ട്. ഇവിടുത്തെ മലമുകളിൽ നിന്നും നോക്കിയാൽ നെയ്യാർ, ചിറ്റാർ ഡാമുകളുടെ റിസർവോയറുകളും ചിറ്റാർ തടാകത്തോട് ചേർന്നുള്ള നെട്ട് എന്ന സ്ഥലവും കാണാൻ കഴിയും. മലമുകളിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങളിലെ ഒരു ഭാഗം തമിഴ്നാടും ഒരു ഭാഗം കേരളവുമാണ്. പ്രത്യേകിച്ചും കന്യാകുമാരി ജില്ലയിലെ മിക്ക മലകളും ഇവിടെ നിന്നും കാണാൻ കഴിയും. കാളീക്ഷേത്രവും അയ്യപ്പക്ഷേത്രവും കൂടാതെ ശിവൻ്റെയും ഗണപതിയുടെയും നാഗയക്ഷിയുടെയും ചെറിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. കാളിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനേകം ഐതിഹ്യങ്ങളുമുണ്ട്. അതിലൊന്നിൽ അഗസ്ത്യമുനി ഇവിടെ തപസ്സിരുന്നതായും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായി അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായും പറയുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ രാജാവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഇവിടെയുണ്ട്. ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ തെക്കൻ കുരിശുമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിലും എത്താൻ കഴിയും. കുരിശുമലയിലേക്ക് പോകുന്ന വഴിയിലും മനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. കുരിശുമലയുടെ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞാൽ കാളിമലയിൽ നിന്നും കണ്ട മലനിരകളുടെയെല്ലാം കുറച്ചുകൂടി വിശാലമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും കാളിമലയിലേക്കുള്ള യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.